വൺ ഓഫ് എന്ന സബ്ജക്റ്റ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. പക്ഷേ വൺ ഓഫിന് ശേഷം വരുന്ന നൗൺ പ്ലൂറലായിരിക്കും. എങ്കിലും നമ്മൾ ഇവയുടെ കൂടെ സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാൻ. വൺ ഓഫ് സിംഗുലർ ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഉദാഹരണത്തിന് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് ആൻ ആക്ടർ, അതായത് എൻ്റെ കൂട്ടുകാരിലൊരാൾ ഒരു നടനാണ്. അപ്പോൾ ഇവിടെ സിംഗുലറായ ഈസാണ് ആൻസർ ആയിട്ട് വരിക. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് ആൻ ആക്ടർ. വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ, ആസ് മച്ച് ആസ്, റാദർ ദാൻ, ബിസൈഡ്സ്, എക്സെപ്റ്റ് ഇവയൊക്കെ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റ് യോജിപ്പിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വേണം വെർബ് ഉപയോഗിക്കാൻ. ഇവ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ യോജിപ്പിക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബും, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബും ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുക, ദ ഡയറക്ടർ ആസ് വെൽ ആസ് ദ ആക്ടേഴ്സ് ഡാഷ് റെഡി. അപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ഡയറക്ടറാണ്. അപ്പോൾ അത് സിംഗുലറാണ്. അപ്പോൾ സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാൻ. ഈസ് എന്നതാണ് ആൻസർ. ദ ഡയറക്ടർ ആസ് വെൽ ആസ് ദ ആക്ടേഴ്സ് ഈസ് റെഡി എന്നതാണ് ഉത്തരം. ഇനി അടുത്ത് നോക്കുക, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇവയെ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റ് യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് ഉപയോഗിക്കാൻ. ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബും, പ്ലൂറലാണെങ്കിൽ പ്ലൂറൽ വെർബും ഉപയോഗിക്കുക. ഐദർ ദ സ്റ്റുഡൻസ് ഓർ ദ ടീച്ചർ ഡാഷ് അറ്റൻഡ് ദ മീറ്റിംഗ്. അപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് ദ ടീച്ചർ എന്നതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ ടീച്ചർ എന്നത് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് വേണം ഉപയോഗിക്കാൻ. ഐദർ ദ സ്റ്റുഡൻസ് ഓർ ദ ടീച്ചർ ഹാസ് അറ്റൻഡ് ദ മീറ്റിംഗ് എന്നതാണ് ആൻസർ. ഇനിയൊരു സെൻറ്റൻസ് ജെറണ്ട് ഫോമിൽ ആരംഭിക്കുകയാണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഇപ്പോൾ ജെറണ്ട് എന്ന് പറയുമ്പോൾ വെർബിൻ്റെ കൂടെ ING വരുന്ന ഫോമാണ് ജെറണ്ട്. ഉദാഹരണത്തിന് റീഡിംഗ് ബുക്ക് ഡാഷ് മൈ ഫേവററ്റ് ഹോബി. അപ്പോൾ റീഡ് എന്ന വെർബിൻ്റെ കൂടെ ING വന്നു, അതാണ് ജെറണ്ട് ഫോം. അപ്പോൾ ഇവിടെ സിംഗുലർ വെർബായ ഈസ് വേണം ഉപയോഗിക്കാൻ. റീഡിംഗ് ബുക്ക് ഈസ് മൈ ഫേവററ്റ് ഹോബി എന്നതാണ് ആൻസർ. ഈച്ച്, എവരി, ഐദർ എന്നിവയുടെ കൂടെയുള്ള നൗണ് സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഇവയോടൊപ്പം സിംഗുലർ വെർബ് ഉപയോഗിക്കുക. ഈച്ച്, എവരി, ഐദറിൻ്റെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കുക. ഈച്ച് പേരൻറ്റ് ഡാഷ് ദെയർ ചിൽഡ്രൻ. ഈച്ച് പേരൻറ്റ് ഡാഷ് ദെയർ ചിൽഡ്രൻ. അപ്പോൾ നമുക്കറിയാം സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ എസ് ഫോം വരുന്നതാണ്. ഈച്ച് പേരൻറ്റ് ലൈക്സ് ദെയർ ചിൽഡ്രൻ എന്നതാണ് ആൻസർ. ഈച്ച് ഓഫ്, എവരി ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ് ഇതിൻ്റെ കൂടെ നൗൺ പ്ലൂറലാണെങ്കിലും സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഈച്ച് ഓഫ്, എവരി ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫിൻ്റെ കൂടെ സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാൻ. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് പ്ലേഡ് വെൽ. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് പ്ലേഡ് വെൽ. അപ്പോൾ ഇവിടെ സിംഗുലർ ഫോം എന്ന് പറയുമ്പോൾ ഹാസ് വരും. ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് ഹാസ് പ്ലേഡ് വെൽ എന്നതാണ് ആൻസർ. എ നമ്പർ ഓഫ്, എ സ്മോൾ നമ്പർ ഓഫ്, എ ഗുഡ് നമ്പർ ഓഫ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്, എ ഗ്രൂപ്പ് ഓഫ് ഇതിൻ്റെ കൂടെ നൗണ് പ്ലൂറലായിരിക്കും. അതോടൊപ്പം പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. എ നമ്പർ ഓഫ്, സ്മോൾ നമ്പർ ഓഫ് ഇങ്ങനെ വരുന്ന വാക്കുകളുടെ കൂടെ പ്ലൂറൽ വെർബ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. എ നമ്പർ ഓഫ് പീപ്പിൾ ഡാഷ് വർക്കിംഗ് ഹിയർ. അപ്പോൾ പ്ലൂറൽ വെർബ് എന്ന് പറയുമ്പോൾ ആർ. എ നമ്പർ ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ് ഹിയർ എന്നാണ് ആൻസർ. ദ നമ്പർ ഓഫിനോടൊപ്പമുള്ള നൗണ് പ്ലൂറലാണെങ്കിലും സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാൻ. ദ നമ്പർ ഓഫിൻ്റെ കൂടെയുള്ള നൗണ് പ്ലൂറലാണെങ്കിലും സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാൻ. അക്കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ദ നമ്പർ ഓഫ് റെഫ്യൂജീസ് ടു യൂറോപ്പ് ഡാഷ് ഇൻക്രീസ്ഡ്. അപ്പോൾ ദ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ നൗണാണെങ്കിലും സിംഗുലർ വെർബ് ഹാസ് വേണം നമ്മളിവിടെ ഉപയോഗിക്കാൻ. ദ നമ്പർ ഓഫ് റെഫ്യൂജീസ് ടു യൂറോപ്പ് ഹാസ് ഇൻക്രീസ്ഡ് എന്നതാണ് ആൻസർ.
എവരി വൺ, എവരിബഡി, സം വൺ, സംബഡി, നോ വൺ, നോബഡി, എനി വൺ, എനിബഡി, എനിത്തിങ്, നത്തിങ്, സംതിങ്, എവരിത്തിങ്. ഇവ സിംഗുലർ ആയതിനാൽ സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാൻ. എവരി വൺ, എവരിബഡി, സം വൺ, സംബഡി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബ് വേണം ഉപയോഗിക്കാൻ. സം വൺ ഡാഷ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. അപ്പോൾ സം വൺ എന്ന് വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബ് ഉപയോഗിക്കുക. ഈസ്, സം വൺ ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് എന്നതാണ് ആൻസർ. മോസ്റ്റ് ഓഫ്, സം ഓഫ്, എ ലോട്ട് ഓഫ്, എ പ്ലെൻറ്റി ഓഫ്, ദ ഗ്രേറ്റർ പാർട്ട് ഓഫ്, ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ്, നൺ ഓഫ്, നൺ. ഇവയുടെ കൂടെ സിംഗുലറും പ്ലൂറലും വരും. അപ്പോൾ ഇവയ്ക്ക് ശേഷം അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ സിംഗുലർ വെർബും കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ പ്ലൂറൽ വെർബും ഉപയോഗിക്കുക. അതായത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ പ്ലൂറൽ വെർബും, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണെങ്കിൽ ഒരു യൂണിറ്റായിട്ട് പറയുന്നതാണെങ്കിൽ സിംഗുലർ വെർബും വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ചില കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും നോക്കാം. കൗണ്ടബിൾ നൗണിന് ഉദാഹരണങ്ങളാണ് ഹോഴ്സ്, മാൻ, കാർ, ഷോപ്പ്, എക്സെട്ര. ഇനി ചില അൺകൗണ്ടബിൾ നൗൺസ് നോക്കാം. ഷുഗർ, വാട്ടർ, മണി, റൈസ്, എയർ, എക്സെട്ര. അപ്പോൾ കൗണ്ടബിൾ നൗൺ വന്നു കഴിഞ്ഞാൽ പ്ലൂരലും അൺകൗണ്ടബിൾ വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് മോസ്റ്റ് ഓഫ് ദ മണി ഡാഷ് ബീൻ വേസ്റ്റഡ്. അപ്പോൾ മണി എന്നത് അൺകൗണ്ടബിൾ നൗണാണ്. അൺകൗണ്ടബിൾ വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഹാസ് എന്നതാണ് ആൻസർ വരിക. മോസ്റ്റ് ഓഫ് ദ മണി ഹാസ് ബീൻ വേസ്റ്റഡ് എന്നതാണ് ആൻസർ. മെനിയെ, മോർ ദാൻ വൺ, ഇവയ്ക്ക് ശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കണം. മെനിയെ മോർ ദാൻ വണ്ണിന് ശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കുക. മോർ ദാൻ വൺ ബുക്ക് ഡാഷ് മിസ്സിങ്. അപ്പോൾ സിംഗുലറായ ഈസ്, മോർ ദാൻ വൺ ബുക്ക് ഈസ് മിസ്സിങ് എന്നതാണ് ആൻസർ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മെനിയും മോർ ദാനും ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും ഉപയോഗിക്കുക. മെനി എ, അതുപോലെ തന്നെ മോർ ദാൻ വണ്ണിനു ശേഷം സിംഗുലറും മെനി എന്നതിനും മോർ ദാനിനു ശേഷം പ്ലൂറൽ ഉപയോഗിക്കണം. മെനി കിങ്സ് ഡാഷ് റൂൾഡ് ട്രാവൻകൂർ. അപ്പോൾ മെനി വന്നതുകൊണ്ട് പ്ലൂറൽ വെർബ് ഉപയോഗിക്കുക. മെനി കിങ്സ് ഹാവ് റൂൾഡ് ട്രാവൻകൂർ എന്നതാണ് ആൻസർ. ന്യൂസ്, സ്പോർട്സ്, ബിസിനസ്, സമ്മൺസ്, അത്ലറ്റിക്സ്, പോയട്രി, ഇൻഫർമേഷൻ, ഗാലോസ്, ഫർണിച്ചർ, വാട്ടർ, ഫുഡ്, ക്ലോത്തിങ്, ട്രാഫിക്, ലഗേജ്, ബാഗേജ്, സ്റ്റേഷനറി, ഹെയർ, സീനറി, പ്രോഗ്രാം. ഇവയുടെ കൂടെയുള്ള നൗൺ എപ്പോഴും സിംഗുലർ ആയിരിക്കും. അതുകൊണ്ട് ഇവയുടെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കുക. തന്നിരിക്കുന്ന വാക്കുകളുടെ കൂടെയുള്ള നൗൺ എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഇതിൻ്റെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കുക. ദ ഫർണിച്ചർ ഡാഷ് ബോട്ട് ഫ്രം മൈ ഫ്രണ്ട്സ് ഷോപ്പ്. ഇപ്പോൾ ഫർണിച്ചർ എന്നുള്ള വേർഡ് വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ദ ഫർണിച്ചർ ഈസ് ബോട്ട് ഫ്രം മൈ ഫ്രണ്ട്സ് ഷോപ്പ് എന്നതാണ് ആൻസർ. പോലീസ്, പീപ്പിൾ, കാറ്റിൽ, ക്ലോത്ത്സ്, കാവൽറി, ക്ലർജി, സ്റ്റേഴ്സ്, സേവിങ്സ്, ഗുഡ്സ്, ലൈഫ് സ്റ്റോക്ക്, ഏണിങ്സ്, ബിലോങ്ങിങ്സ് തുടങ്ങിയവ എപ്പോഴും പ്ലൂറലായിരിക്കും. ഇവയുടെ കൂടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുക. തന്നിരിക്കുന്ന വാക്കുകളുടെ കൂടെ എപ്പോഴും പ്ലൂറലായിരിക്കും. അതുപോലെ തന്നെ പ്ലൂറൽ വെർബും വേണം ഉപയോഗിക്കാൻ. ദ പോലീസ് ഡാഷ് പുട്ട് ഡൗൺ ദ റയറ്റ്. പോലീസ് എന്നുള്ള വേർഡ് വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ വെർബ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ദ പോലീസ് ഹാവ് പുട്ട് ഡൗൺ ദ റയറ്റ് എന്നതാണ് ആൻസർ. സ്പെക്ടക്കിൾസ്, സിസേഴ്സ്, പ്ലേയേഴ്സ്, ബൈനോക്കുലസ്, ടോങ്സ്, പാൻസ്, ഷോർട്സ്, ട്രൗസേഴ്സ്, പൈജാമാസ്, ഷൂസ്, സോക്സ്, ചപ്പൽസ് തുടങ്ങിയവ പെയർ നൗൺസിൻ്റെ 2 ഭാഗങ്ങളായി കണക്കാക്കുന്നതുകൊണ്ട് ഇവയെ പ്ലൂറലായി കണക്കാക്കും. ഇവയുടെ കൂടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. ഈ തന്നിരിക്കുന്ന വാക്കുകൾ ഒരു പെയർ നൗണിൻ്റെ 2 ഭാഗങ്ങളായി കണക്കാക്കുന്നതുകൊണ്ട് പ്ലൂറലായിട്ട് ഇവയെ പരിഗണിക്കും. ഇവയുടെ കൂടെ പ്ലൂറൽ വെർബ് വേണം ഉപയോഗിക്കാൻ. ഹിസ് പാൻസ് ഡാഷ് ഡേർട്ടി. ഇപ്പോൾ പാൻസ് എന്ന് പറയുന്നത് പ്ലൂറലായി പരിഗണിക്കുന്നതുകൊണ്ട് പ്ലൂറൽ വെർബ് വേണം ഉപയോഗിക്കാൻ.
ഹിസ് പാൻസ് ആർ ഡേർട്ടി എന്നതാണ് ആൻസർ.